ക്വാളിറ്റി ലാപ്പാണ്. എല്ലാ ലാപ്പിനും 6 month വാരന്റിയും ക്വാളിറ്റി ചെക്ക് ചെയ്തൊക്കെ കൊടുക്കുന്ന ഒരു ലാപ്ടോപ്പാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. യൂസ്ഡ് ലാപ്ടോപ്പ് സ്റ്റോർ ഇൻ ട്രിവാൻഡ്രം എന്ന് അടിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക് തന്നെ ഫസ്റ്റ് വരും. കാരണം നമുക്ക് അത്രയും റിവ്യൂസും റേറ്റിംഗും ഉണ്ട്. പിന്നെ ഈ വീഡിയോ കണ്ട് വിളിക്കുന്നവർക്ക് നമ്മളൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. 10,000 രൂപയ്ക്ക് മാക് മിനി, ഓൾമോസ്റ്റ് നല്ലൊരു പ്രൈസ് വരുന്നതാണ്. PC ഒക്കെ ഫുൾ സെറ്റ് ആണ്. ഇതിന്റെ MRP ഓൾമോസ്റ്റ് 50,000 മേളിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് പകുതി വിലയ്ക്കാണ് ഈ മോഡൽ കൊടുക്കുന്നത്. എത്തിയിരിക്കുന്നത് ഗുഡ്സ് കാർട്ട് ട്രിവാൻഡ്രത്തിലാണ് കേട്ടോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ കിടിലനായിട്ടുള്ള ബഡ്ജറ്റ് നിരക്കിൽ തന്നെ ഒരുപാടധികം ലാപ്ടോപ്പ് ഒക്കെ സെല് ചെയ്യുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഇക്കാൻ്റെ അടുത്ത് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇക്ക, നമ്മളുടെ ഈ ഒരു ഗുഡ്സ് കാർട്ടിന്റെ പ്രത്യേകത എന്താണ് ഇപ്പൊ നിലവില്? ഇവിടെ 15,000 മുതലാണ് ലാപ്ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ ലാപ്ടോപ്പ് സ്റ്റോർ പോലെയല്ല. ഇവിടെ എന്ന് വെച്ചാൽ ക്വാളിറ്റി ലാപ്പാണ് നമ്മൾ സെല് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പുതിയൊരു ലാപ്പ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സ്റ്റുഡൻസ് ആയാലും വർക്കിംഗ് ആവശ്യങ്ങളായാലും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ 15,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ലാപ്പാണ്. എല്ലാ ലാപ്പിനും 6 month വാരന്റിയും ക്വാളിറ്റി ചെക്ക് ചെയ്തൊക്കെ കൊടുക്കുന്ന ഒരു ലാപ്ടോപ്പാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഓരോ ലാപ്ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിലൊരു സിംഗിൾ സ്ക്രാച്ച് പോലും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ് നമ്മളിപ്പം നിലവിൽ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്വാളിറ്റി ടെസ്റ്റ് ഉണ്ട്. ഏത് ലാപ്പ് ഇവിടെ വന്നാലും ഫസ്റ്റ് ക്വാളിറ്റി ടെസ്റ്റ് ഉണ്ട്. അത് പാസ്സായ ലാപ്പ് മാത്രമേ നമ്മളിവിടെ സെല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ക്വാളിറ്റി ടെസ്റ്റ് പാസ്സായ ലാപ്പ് അത്രയും നല്ല കണ്ടീഷൻ ആയിരിക്കും കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ നമ്മൾ വാരന്റിയോടാണ് കൊടുക്കുന്നത്. ഇവിടെ മാർക്കറ്റിൽ ആരും തന്നെ അങ്ങനെ വാരന്റി കൊടുക്കുന്നില്ല. നമ്മൾ 6 month സർവീസ് വാരന്റിയും 1 month റീപ്ലേസ്മെന്റ് വാരന്റിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിലവിൽ ഇപ്പൊ ഞാൻ വരുന്നതിന് മുമ്പും ഗൂഗിൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തെ ടോപ്പായിട്ടാണ് നമ്മുടെ സ്ഥാപനം ഇപ്പൊ നിലവിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും അധികം തന്നെ നമുക്കിപ്പോൾ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ നമുക്കിപ്പം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു 16 GB റാമോ അങ്ങനെയൊക്കെ തന്നെ നോക്കുമ്പോൾ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നിലവിൽ. ഇവിടെ നമ്മൾ കോഡിങ്ങിന് വേണ്ടി നമുക്ക് കുറേ സ്റ്റുഡൻസ് വരുന്നുണ്ട്. ടെക്നോ പാർക്കിൽ കമ്പനീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 16 GB റാം നമ്മൾ കൊടുക്കുന്നത് 20,000 രൂപയ്ക്കാണ്. i5 പ്രോസസ്സർ വരുന്ന ഒരു ഡെവലപ്മെന്റ് പർപ്പസിന് പറ്റിയിട്ടുള്ള ലാപ്ടോപ്പ് തിങ്ക് പാഡിൻ്റെ ഒക്കെ നമ്മൾ 20,000 മുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് വേണമെന്നുള്ളവർക്ക് ബഡ്ജറ്റ് 20,000 വെച്ചൊക്കെ എടുക്കാൻ പറ്റും. അതിന് മേളിലോട്ടും നമുക്കുണ്ട് 25, 30. അത് ഗെയിമിങ് അങ്ങനത്തെ പർപ്പസ് ഒക്കെ വരുമ്പോൾ 30,000, 35,000 ആ ഒരു റേഞ്ചിലേക്ക് പോകണുണ്ട്. ഇപ്പൊ ഒരാള് ഒരു ബഡ്ജറ്റ് ഇപ്പൊ പറയാണ്, ഇപ്പൊ ഒരു 20,000 രൂപയ്ക്ക് നമുക്കിപ്പം ഇതുപോലത്തെ ഒരു സിസ്റ്റം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ? ഇവിടെ മെയിനായിട്ട് കസ്റ്റമർ 2 രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഒന്ന് ബഡ്ജറ്റ് പറയും, അല്ലെങ്കിൽ അവരെ പർപ്പസ് പറയും. അപ്പോൾ പർപ്പസ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ തന്നെ അവരെ പർപ്പസ് മനസ്സിലാക്കിയിട്ട് ഒരു ലാപ്പ് കൊടുക്കും. അവർക്ക് 2-3 സജഷൻ പറയും. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാപ്പ് അവരെടുക്കും. പിന്നെ ബഡ്ജറ്റ് ആണെങ്കിൽ ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള കുറച്ച് മോഡൽസ് കാണിക്കും. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ അവർ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കൂടുതലും സെല് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലും. പരിചയപ്പെടും. ഗൂഗിളിൽ നോക്കിയാൽ തന്നെ ഗുഡ്സ് കാർട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ നമ്മളെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ ഗുഡ്സ് കാർട്ട് തന്നെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂസ്ഡ് ലാപ്ടോപ്പ് സ്റ്റോർ ഇൻ ട്രിവാൻഡ്രം എന്ന് അടിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക് തന്നെ ഫസ്റ്റ് വരും. കാരണം നമുക്ക് അത്രയും റിവ്യൂസും റേറ്റിംഗും ഉണ്ട്. നമ്മളടുത്ത് നിന്ന് എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാം നല്ല സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് അങ്ങനെ റിവ്യൂ ഇടുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഗുഡ്സ് കാർട്ട് ലോ എൻഡ് ബഡ്ജറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ 15,000 ഒരു സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു ഓഫീസ് പർപ്പസിന് പറ്റിയ ലാപ്പാണ് ഇത് വരുന്നത്. HP പ്രോബുക്ക് എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. അതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്പെക്ക് എല്ലാം എഴുതി നമ്മൾ ട്രാൻസ്പെറന്റ് ആണ്. അങ്ങനെ പ്രൈസ് ഹൈഡ് ചെയ്തൊന്നുമില്ല. പ്രൈസും സ്പെക്കും ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഒരു 15-നൊക്കെ ആണെങ്കിൽ സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ബിസിനസ് സീരീസ് ആണ്. പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും നോർമൽ ലാപ്പിനേക്കാളും. 8 GB റാമൊക്കെയാണ് വരുന്നത്. 256 SSD വരുന്നുണ്ട്. പിന്നെ 14 ഇഞ്ചാണ്. ക്യാമറ എല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ്. പിന്നെ വരുന്നത് HP പ്രോബുക്ക് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇതെന്ന് പറയുന്നത് ഇത്തിരി കൂടെ അഡ്വാൻറ്റേജ് ആണ്. DDR4 ആണ് വരുന്നത്. i5 6th gen ആണ് വരുന്നത്. 8 GB റാം, 256 GB SSD ആണ് വരുന്നത്. അല്പം കൂടെ ബെറ്റർ പെർഫോമൻസ് ആവശ്യമായിട്ടുള്ളവർക്ക് എടുക്കാൻ പറ്റിയ മോഡലാണ്. അതിൽ ബാക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നുള്ളത്. ഇതൊക്കെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഓഫീസ് വർക്ക് അങ്ങനെ ആവശ്യമുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഡെല്ലിൻ്റെ മോഡലാണ്. ഡെല്ലിൻ്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഡെവലപ്മെൻറ്റ് കോഡിംഗ്
അങ്ങനത്തെ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. i5 8th ജെൻ ആണ് വരുന്നത്. അപ്പോൾ 4 കോർ പ്രൊസസ്സർ വരുന്നുണ്ട്. വിൻഡോസ് 10 11 സപ്പോർട്ടഡ് ആയിട്ടുള്ള മോഡലാണ് ഇത് വരുന്നത്. 8GB റാം 256GB SSD വരുന്നുണ്ട്. അപ്ഗ്രേഡബിൾ ആണെല്ലാം. പിന്നെ ഈ ലാപ്ടോപ്പിന്റെ കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണില്ല. നല്ല നീറ്റായിരിക്കും. നിങ്ങളൊരു പുതിയൊരു ലാപ്പ് വാങ്ങുന്ന ഒരു ലാപ്ടോപ്പിൻ്റെ ഓൾമോസ്റ്റ് ഹാഫിൽ കുറവ് പ്രൈസ് ചെയ്താവുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് നല്ലൊരു കണ്ടീഷനിലെ ലാപ്ടോപ്പ് വാറൻറ്റിയോടെ വാങ്ങാൻ പറ്റുന്നതിന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു പർപ്പസിനാണ് നമ്മൾ ഇത് സെല്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് എഡിറ്റിംഗ് ഗെയിമിങ് പർപ്പസിനുള്ള മോഡൽസ് കാണിച്ചു തരാം. ആദ്യം നൈട്രോ 5 Acer Nitro 5 എന്ന് പറയുന്ന മോഡലാണ്. AMD Ryzen 5 16GB റാം 256GB SSD 1TB HDD വരുന്ന മോഡലാണ്. 4GB ഗ്രാഫിക്സ് വരുന്നുണ്ട്. GTX 1650 ആണ്. ഒരു ഹെവി എൻഡ് വീഡിയോ എഡിറ്റിംഗ് ഗെയിമിങ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. Acerന്റെ നൈട്രോ എന്ന് പറഞ്ഞ മോഡലാണ്. ലാപ്പിൻ്റെ കണ്ടീഷൻ ഓൾമോസ്റ്റ് പുതിയ ലാപ്പിൻ്റെ ഒരു സെയിം കണ്ടീഷനാണ് വരുന്നത്. അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ്. നിങ്ങൾക്ക് ആ ഒരു കണ്ടീഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് മാത്രമല്ല, നമ്മളെ പ്രത്യേകത 6 month വാറൻറ്റി ഉണ്ട്. ഒരു സെക്കൻഡ് ലാപ്പ് വാങ്ങുമ്പോൾ ആൾക്കാർ കൂടുതൽ പേടിക്കുന്ന വാറൻറ്റി ഇല്ലാതെ വാങ്ങുന്നതിനെ പറ്റിയാണ്. പക്ഷേ നമ്മളടുത്ത് വാങ്ങിച്ചാൽ 6 month വാറൻറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ലാപ്ടോപ്പ് വാങ്ങാം. ഇവിടെ നിന്ന് ബില്ലൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ലാപ്ടോപ്പ് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ MRP ഓൾമോസ്റ്റ് 50,000-ന് മേളിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് പകുതി വിലയ്ക്കാണ് ഈ മോഡൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിലവിൽ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ നമ്മൾ അതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് അല്ലെങ്കിൽ 1-2 മാസം മാത്രമായിരിക്കും നമുക്ക് വാറൻറ്റി കിട്ടുന്നത്. ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 6 മാസം വാറന്റിയോട് കൂടിയിട്ടാണ് നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ സെല് ചെയ്യുന്നത്. അതും തന്നെ 50,000 മുകളിലൊക്കെ ഉള്ള ലാപ്ടോപ്പ് ഒക്കെയാണ് നിലവിൽ ഇവര് 30,000 ആ ഒരു റേഞ്ചിനൊക്കെ ഇപ്പൊ എന്തായിരുന്നാലും നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കണ്ടപ്പോൾ തന്നെ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത കിടിലനായിട്ടുള്ള ലാപ്ടോപ്പ് ഒക്കെയാണ്. പകുതി വിലയ്ക്ക് എന്തായിരുന്നാലും നമുക്ക് MRPയിൽ നിന്ന് പകുതി വില ഏകദേശം ആ ഒരു രീതിയിലാവുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വന്ന് എടുക്കാം. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഒരു സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആപ്പിളിന്റെ ഒക്കെ തന്നെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നമുക്ക് എന്തായിരുന്നാലും ഇപ്പൊ സ്റ്റോക്ക് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ. അത് ഡെല്ലിന്റെ ലാറ്റിറ്റ്യൂഡ് മോഡലാണ്. ഇതൊക്കെ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്പാണ്. ഒരു 29 പ്രൈസിനാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതിൻ്റെ i5 10th ജെൻ ആണ്. പിന്നെ ഇത് H സീരീസ് പ്രോസസ്സറാണ്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും ഇത് എത്രത്തോളം ഒരു പവർഫുൾ സിസ്റ്റം ആണെന്നുള്ളത് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ അടുത്തൊരു മോഡൽ വരുന്നത് HP-യുടെ പ്രീമിയം സീരീസാണ്. HP-യുടെ എലൈറ്റ് ബുക്ക് എന്ന് പറയുന്ന മോഡലാണ്. ഒരു പ്രീമിയം സീരീസാണ്. കാണാനൊക്കെ നല്ലൊരു ലുക്കുള്ള ഒരു മോഡലാണ്. HP-യുടെ ഒരു പ്രീമിയം ലെവലിൽ വരുന്നതാണ്. HP-യുടെ പുതിയ ലോഗോയാണ് വരുന്നത്. HP എലൈറ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ്. നല്ല സ്ലിമ്മാണ്, നല്ല പെർഫോമൻസ് ആണ്. Ryzen 5 പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ നമ്മളെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റ ദിവസത്തെ തന്നെ ഓൾ കേരള ഡെലിവറി ഉണ്ട്. ഇന്ന് ഓർഡർ ചെയ്ത നാളെ തന്നെ ഡെലിവറി ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആവശ്യമുള്ളവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നതാണ്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 5 days എടുക്കും. പ്രീപെയ്ഡ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവറി ചെയ്യും. ആ ഒരു രീതിയിലായിരിക്കും എത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പം നിലവിൽ ഇപ്പൊ ലാപ്ടോപ്പ് ഇപ്പം വേറൊരു സ്പെക്ക് ഇപ്പൊ അവർ പറയാണ്. അതായത് അവരുടേതായ ഇഷ്ടത്തിനുള്ള ഒരു സ്പെക്ക്, അവരുടേതായ ഒരു ബഡ്ജറ്റിനുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ പറയുമ്പോൾ നമുക്ക് അത് മാത്രമായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. അതെടുക്കാൻ പറ്റും. അങ്ങനെ പ്രീ ബുക്കിംഗ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടുതലും ചില സ്പെക്കൊന്നും ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. X1 കാർബൺ അതുപോലത്തുള്ള മോഡൽസ് മാക്ബുക്ക് ഒക്കെ വരുന്നുണ്ട്. ആ ബുക്ക് ചെയ്യുന്ന മോഡൽ എന്ന് പറയുമ്പോൾ ഒരു 7 days വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് കസ്റ്റമറിന് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആക്സസറീസ് ലാപ്ടോപ്പിന്റെ ആക്സസറീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ മൗസ്, കീബോർഡ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മോഡലായിരിക്കും. പിന്നെ റാം, SSD എല്ലാം ഇവിടെ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ കണ്ട് വിളിക്കുന്നവർക്ക് നമ്മളൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. 10,000 രൂപയ്ക്ക് മാക് മിനി. ഓൾമോസ്റ്റ് നല്ലൊരു പ്രൈസ് വരുന്നതാണ്. 3-1 പ്രൈസിനാണ് കൊടുക്കുന്നത്. 10,000 രൂപയ്ക്ക് മാക് മിനി i5 പ്രോസസ്സറാണ് വരുന്നത്. SSD മോഡലാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താലും മതി. ഒറ്റ പീസാണ് നമുക്കിപ്പോൾ ഉള്ളത്.
ഒറ്റ പീസ് 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തായിരുന്നാലും കിട്ടുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്തോ. i5 പ്രോസസ് അല്ലേ? i5 ആണ്, SSD ആണ്. ഓക്കെ. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. നമ്മൾ മറ്റ് ഷോപ്പിനെ അപേക്ഷിച്ച് നമ്മളിവിടെ ഒറിജിനൽ ആക്സസറീസ് മാത്രമേ കൊടുക്കുകയുള്ളൂ. കാരണം ഒരു ലാപ്ടോപ്പിന് നമ്മൾ ചാർജറൊക്കെ ഒറിജിനൽ കൊടുത്താലേ അതിന്റെ ബാറ്ററി ലൈഫ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ തന്നെ എല്ലാം പുതിയ ചാർജറാണ്. 1 ഇയർ HP-യുടെ ഒക്കെ വാറന്റി വരുന്ന പുതിയ ചാർജറാണ്. എല്ലാം സീൽഡ് ആയിട്ട് വരുന്ന ബോക്സാണ്. HP-യുടെ ഒറിജിനൽ ചാർജറാണ് വരുന്നത്. എല്ലാ ലാപ്പിന്റെ കൂടെ ഒറിജിനൽ ചാർജർ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ഇപ്പം നിലവിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ ഇത്ര ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നണ്ട. കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളു മുഴുവനും ലാപ്ടോപ്പാണ്. ആ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാതരം യൂസിനും തന്നെ നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ്. പകുതി വിലയിൽ കൊടുക്കുന്നു എന്ന് കരുതിയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള നല്ല കിടിലൻ ക്വാളിറ്റി ആയിട്ടുള്ള ലാപ്ടോപ്പൊക്കെയാണ് കേട്ടോ നിലവിൽ കൊടുക്കുന്നത്. സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു രൂപത്തിൽ തന്നെ ഇവരുടേതായ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ കിഡിലനായിട്ടുള്ള PC ഒക്കെ ഫുൾ സെറ്റാണ്. അതുപോലെ തന്നെ സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത ലൈറ്റ് യൂസ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായിരുന്നാലും നല്ല ലോ ബഡ്ജറ്റിൽ കിഡിലനായിട്ടുള്ള ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. നിലവിൽ തന്നെ നമ്മളുടെ ഓഫീസ് യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരേ മോഡലിൽ തന്നെ 10-15 പീസ് അവർക്ക് വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ടെക്നോപാർക്ക് അങ്ങനത്തെ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി ഓർഡർ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമ്മളൊരു സ്റ്റോക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 20 ക്വാണ്ടിറ്റി ഒക്കെ വന്നാൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ സ്റ്റോക്കൊക്കെ അവൈലബിൾ ആണ്. ഒറ്റ മോഡലിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 20 മോഡൽ വേണമെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയും. 10 പീസ് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് തരാനും നമ്മളെ കൊണ്ട് പെട്ടെന്ന് കഴിയുന്നതാണ് അല്ലേ? നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പൂന്തറയിൽ നിന്ന് ഭീമാപള്ളി പോകുന്ന വഴിയിലായിട്ട് ജവഹർ ജംഗ്ഷൻ ഉണ്ട്. ജവഹർ പള്ളി പോകുന്ന റോഡ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗുഡ്സ് കാർട്ടാണ് കേട്ടോ.